എനിക്ക് ദിവസവും ഒരു ചായയെങ്കിലും കുടിക്കുന്നത് നിർബന്ധമാണ്. ഇപ്പൊ വയറ് കുറയ്ക്കുക എന്ന് പറയുമ്പോ അത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് പറഞ്ഞു തരുമോ? ബെല്ലി സൈസ് റിഡക്ഷൻ ചലഞ്ചിന് ജോയിൻ ചെയ്തിരിക്കുന്ന മിക്ക ആളുകളുടെയും ഡൗട്ടാണ് ചായ കാപ്പി ശീലങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന്. ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബെല്ലി സൈസ് കുറയ്ക്കുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങളുടെ ബെല്ലി സൈസ് റിഡക്ഷൻ ജേണിയെ ഫാസ്റ്റ് ആവാൻ അത് സഹായിക്കും. മദ്യപിക്കുന്ന ഒരാളുടെ ഹാബിറ്റ് മാറ്റിയെടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ചായ കാപ്പി ശീലങ്ങളോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ശീലം മാറ്റിയെടുക്കാൻ. മാനസികമായ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത്തരം ശീലങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള 5 ടിപ്സ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്പർ 1, ഫൈൻഡ് ദ റിയൽ റീസൺ. നിങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നുന്നത് ചിലപ്പോ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുമ്പോ ആയിരിക്കാം, ചിലപ്പോൾ സ്ട്രെസ് കൂടുമ്പോ ആയിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കട്ടൻ ചായ ഒക്കെ കുടിക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടാവാം. അതിന്റെ റിയൽ റീസൺ എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സ്ട്രെസ് കൊണ്ടാണ് ചായ കുടിക്കുന്നതെങ്കിൽ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങാം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കാം. ഡീഹൈഡ്രേഷൻ കൊണ്ടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കപ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ചായ കുടിക്കാനുള്ള ടെൻഡൻസി മാറും. ടിപ്പ് നമ്പർ 2, ഒറ്റയടിക്ക് ചായ കുടിക്കുന്ന ശീലം പെട്ടെന്നൊരു മോട്ടിവേഷന്റെ പുറത്ത് നിർത്താതിരിക്കുക. മെല്ലെ അളവ് കുറച്ച് ഗ്രാജുവലി മാത്രം കട്ട് ഡൗൺ ചെയ്യുക. ടിപ്പ് നമ്പർ 3, ദിവസവും ഒരേ സമയത്ത് ചായ കുടിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്ഥിരമായിട്ട് 8 മണിക്ക് ചായ കുടിക്കുന്ന ആളാണെങ്കിൽ നെക്സ്റ്റ് ഡേ 8:15, പിന്നെ 8:30, 9, ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, അങ്ങനെ സമയം മാറ്റി മാറ്റി ശീലിക്കുക. ടിപ്പ് നമ്പർ 4, റീപ്ലേസ് എ ഹെൽത്തി ഡ്രിങ്ക്. നിങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നുന്ന സമയത്ത് അതിന് പകരം ഒരു സ്മൂത്തി തയ്യാറാക്കി കുടിക്കുക, അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സിന് പകരം ഒരു കരിക്ക് കുടിക്കുക. ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അതിന് പകരം ആ സമയത്ത് കുടിച്ച് ശീലിക്കുക. ടിപ്പ് നമ്പർ 5 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത്തരം ശീലങ്ങൾ അവോയ്ഡ് ചെയ്ത് ഫിറ്റ്നസ് ലെവൽ ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഇവിടെ ടാഗ് ചെയ്യുക.